വാവ്, അടിപൊളി അടിപൊളി അടിപൊളി. ഹാ ഹാ, സംഭവം കൊള്ളാം, പൊളി സാധനം. അപ്പോൾ നമുക്കിത് ആദ്യം ചിക്കനെ ലൈനിട്ടെടുക്കാം. നമ്മൾ കഴുകി വെച്ച ചിക്കനെ നല്ലപോലെ കഴുകിയെടുത്തണം. നമുക്ക് ലൈനിട്ട് കൊടുക്കാം, നല്ല ഉള്ളൊക്കെ നല്ലോണം വേകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഉപ്പിലിട്ട കോഴിയാണ്. ഉപ്പിലിട്ട കോഴി എന്ന് വെച്ചാൽ വെറും ഉപ്പ് മാത്രം ഇട്ട് പുഴുങ്ങിയെടുക്കുക. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉപ്പിലിട്ട് എങ്ങനെ പുഴുങ്ങിയെടുക്കുക, അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ലൈന് നന്നായിട്ട് കൊടുക്കണം, അപ്പോഴേ ശരിക്കും ഉള്ളൊക്കെ നല്ല പോലെ വേകുള്ളൂ. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇത് കഴുകിയിട്ട് ഉണങ്ങാൻ വെക്കണം. ഇത് ശരിക്കും ഡ്രൈ ആകണം ഈ ചിക്കൻ, കാരണം നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് അലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ലോണം ഉണങ്ങാൻ വെക്കണം. കുറച്ച് മൈദ ഒന്ന് കുഴച്ചെടുക്കണം. ഇത് നമ്മൾ ദമ്മിടുമ്പോൾ ആ ചട്ടിയുടെ മുകളിൽ വെക്കാനായിട്ടാണ്. കുറേശ്ശെ വെള്ളം വെച്ച് കുഴക്കാൻ കാര്യം. അപ്പോൾ നമ്മുടെ മൈദ റെഡി ആയിട്ടുണ്ട്, മതി. ഇനി നമുക്ക് ഉപ്പ് കൊണ്ട് ചിക്കനെ സെറ്റ് ചെയ്യാം. കല്ലുപ്പാണത്. മൂന്ന് പാക്കറ്റ് ഉപ്പുണ്ട്, 3 കോഴികളുണ്ട്. പകുതി ഇടാം, ഇത്തിരി കനത്തിലിരിക്കും. ഏകദേശം ഒരു ഇഞ്ച് കനത്തിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനെ ഇതിന് മുകളിൽ വെക്കാം. വെള്ളമൊക്കെ ഒടിച്ച് നല്ല ചിക്കനാണ്. സൈഡ് മുട്ടരുത്, സൈഡ് മുട്ട കരിയാനുള്ള സാധ്യതയുണ്ട്. 2, 3. ഒരു ചിക്കനെ കഴുത്ത് ചെറുതാണ്, പൊട്ടിച്ചിട്ടെ. ഇനി ഇതിന് എയർ പോകാതെ നമുക്ക് പാക്ക് ചെയ്യണം. കുറച്ച് മൈദ മാവ് അതിനാണ് നമ്മൾ മുന്നേ കുഴച്ചെടുത്തത്. എയർ വെളിയിൽ പോയാൽ നമ്മുടെ പരിപാടിയൊക്കെ പാളും. നല്ല സീറ്റിംഗ് ആയിട്ട് അടച്ച് വെക്കാം. ഇതിൻ്റെ മുകളിൽ ലോഡ് വെക്കണം, അപ്പോഴേ എയർ ശരിക്കും പോകാണ്ടിരിക്കണം. ഓക്കെ, നല്ലോണം പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പുഴുങ്ങിയെടുക്കാം. അടുപ്പൊന്ന് കത്തിച്ചെടുക്കാം. നമുക്ക് അടുപ്പ് കത്തിക്കാം. കുറച്ച് കർപ്പൂരം വയ്ക്കാം. ആദ്യം കത്തിച്ച് വിടാണ്ട് ഓരോരോ വിറക് ഇതുപോലെ വെച്ച് കൊടുത്താൽ എളുപ്പം കൊണ്ട് കത്തി പിടിക്കും. അത് കത്തിപ്പിടിച്ചോളി. അപ്പം നമ്മൾ തീ കത്താൻ തുടങ്ങിയിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. നമുക്കിതിന് മുകളിലൊരു വെയിറ്റ് വെക്കണം. നല്ല വെയിറ്റ് തന്നെ വെച്ചു, അപ്പോഴേ എയർ പോകാണ്ടിരിക്കണം. റെഡി. തീ ഒരുപാട് കത്തരുത്, അടിയിൽ മാത്രം കത്താൻ പാടുള്ളൂ. അപ്പോഴേ കറക്റ്റ് അടി മാത്രം ചൂടായി കറക്റ്റായി വരുള്ളൂ. ഒരു ലൈറ്റായിട്ട് 1.5-3 മണിക്കൂർ 1 മണിക്കൂറോളം പുഴുങ്ങിയെടുക്കണതിനെ. കരിയാൻ പാടില്ലല്ലോ. നമ്മൾ 1 മണിക്കൂർ മേലെ ഇത് വെച്ചിട്ട് ഒന്ന് എടുത്ത് നോക്കാം. തുറന്നു നോക്കാം, എല്ലാ ഭാഗത്തും കൂടെ ആയി വരുന്നുണ്ട്. വാവ്, അടിപൊളി അടിപൊളി അടിപൊളി. ഹാ, എന്താ എൻ്റെ ചന്തം. അപ്പോൾ നമുക്ക് ഇറക്കി വെക്കാം ചട്ടി. വെള്ളം വെള്ളം വെള്ളം.
നമുക്ക് പതുക്കെ എടുക്കാം. അയ്യോ വെന്തിട്ടുണ്ട്, പൊട്ടിപ്പോലപ്പാ. അതെ വെള്ളമാണത്. നല്ല ഉഷാറ് സാധനം. നല്ല രസമുണ്ട്. ഇതിന് കഴിച്ചു നോക്കിയാലേ എന്താണ് സ്ഥിതി എന്ന് നമുക്കറിയുള്ളൂ. ഉപ്പിൽ ഒട്ടിക്കണം. അയ്യോ കഴുത്ത് പൊട്ടിപ്പോയി. കഴുത്ത് വിട്ടു. അത്രയും വെന്തിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ട ചിക്കൻ, അതാണ് നമ്മൾ പേര് വെച്ചിരിക്കുന്നത്. ഉപ്പിലിട്ട ചിക്കനാണ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചട്നി നമ്മൾ കുറച്ചിട്ടുണ്ട്. അതിൽ ഉപ്പിട്ടിട്ടില്ല. ചട്നി എന്ന് പറഞ്ഞാൽ ഇത് വെളുത്തുള്ളിയും എന്താണ് വറമുളകും കൂടി അരച്ചത്. ഇത് പുതിനയും പച്ചമുളകും കൂടി അരച്ചാണ്. ഇതിലൊന്നും ഉപ്പിട്ടില്ല നമ്മൾ. അപ്പോൾ ലേശം നാരങ്ങയും കൂടി എല്ലാത്തിലും തിപ്പിഴിഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഒരു പുളിപ്പും കിട്ടും, നല്ല ഒരു ഫ്ലേവറും ഉണ്ടാവും. ഇനി ഇതിൽ നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. വെജിറ്റബിളൊക്കെ ഇക്കട്ടെ. ഉപ്പിട്ട സാധനം ഒന്ന് കിടക്കണം. അതിലൊക്കെയോ ആ ഉപ്പും ചെറുനാരങ്ങയും കൂടി ഒന്ന് മിക്സായ സംഭവം ടേസ്റ്റി ആവും. ഓക്കെ, അപ്പോൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ഉപ്പിലിട്ട് ചിക്കൻ എന്തായി എന്ന് അറിയണമല്ലോ. നല്ല സൂപ്പറായിട്ട് വെന്തിട്ട് സംഭവം. ഈ വച്ച ഭാഗത്ത് ലേശം ഇങ്ങനെ ഉണ്ടാവും, അടിഭാഗമില്ലേ അവിടെ ലേശം ഇങ്ങനെ ഉണ്ടാവും. ബാക്കി നമുക്ക് കഴിച്ച് നോക്കിയിട്ട് എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് ഇപ്പോൾ പറയാം. ആദ്യം നമ്മൾ പുതിന ചട്നിയിലാണ് നോക്കുന്നത്. കൊള്ളാല്ലേ സംഭവം? നല്ല രസമുണ്ട് സംഭവം. ഇതിന് മുമ്പ് കഴിക്ക്. ആ മുളകിൽ നല്ല സൂപ്പറായിട്ട്, ഉള്ളൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? കൊള്ളാം സംഭവം. അടിപൊളി. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായിട്ടുണ്ട്. വന്നിട്ടുണ്ട് നല്ലോണം വന്നിട്ടുണ്ട്. നമ്മൾ തീ നല്ല ഒരു 1.25 മണിക്കൂറോളം കത്തിച്ചല്ലോ അല്ലേ? സംഗതി ഉപ്പൊന്നും അങ്ങനെ ഇല്ലട്ടാ അല്ലേ? ഉപ്പിലിട്ട് വേവിച്ച ചിക്കനായതുകൊണ്ട് കാര്യം കറക്റ്റ് ഉപ്പ്, ഉപ്പിൻ്റെ നീരാവി ഇങ്ങനെ വന്ന് ഇതിനൊക്കെ ആയിരിക്കണം. നല്ല സൂപ്പർ സംഭവം. പക്ഷെ പണിയുണ്ട്, കുറച്ച് സമയമെടുക്കും. അടിപൊളി ടേസ്റ്റ് സൂപ്പറാണ്. നമ്മൾ വിചാരിക്കുമ്പോഴല്ല, നന്നായിട്ടുണ്ട്. നല്ല സാധനമാണ്. നല്ല രസമുണ്ട് കഴിക്കാൻ. മസാലയൊന്നും ഇല്ലാതെ കോഴിയുടെ ടേസ്റ്റ്, കോഴിയുടെ ഒറിജിനൽ ടേസ്റ്റ് അല്ലേ? ഇതാണിപ്പോൾ കോഴി ഇറച്ചി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പല മസാലകളും ചേർത്ത് പല തരത്തിലാക്കിയെടുക്കണം. സംഭവം കൊള്ളാം. പൊളി സാധനം ശരിക്കും പറഞ്ഞാൽ അല്ലേ? പൊളി സാധനം എന്ന് പറഞ്ഞാൽ പൊളി സാധനം. ഒരു 1.5 മണിക്കൂർ പണിയുന്നതേ ഉള്ളൂ. ധൈര്യമായിട്ട് കത്തിച്ചോണേ, ഒരു കുഴപ്പമില്ല. അടച്ചു വെച്ച് ധൈര്യമായിട്ട് കത്തിച്ചോണേ, ഒറ്റ കുഴപ്പമില്ല. ഈ അടിഭാഗം മാത്രം ലേസം ഇങ്ങനെ ആവും. ഈ കുറച്ച് ഭാഗം പോയാലും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കഴിക്കാൻ ഒന്നും പറയാനില്ല. നന്നായി വന്നിട്ടുണ്ട്. ഇത് നോക്കിതാ ചിക്കനൊക്കെ എടാ, ഇതുപോലെ എങ്ങനെ എവിടെയെങ്കിലും കാണും ഇങ്ങനെ പുഴുങ്ങിയെടുത്തിട്ട് ഇങ്ങനെ വേഗണം പറഞ്ഞാൽ. അപ്പോൾ ഒരു കാര്യം മാത്രം പ്രത്യേകം ഓർമ്മിക്കുക. എന്തറിയോ, ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് കാണാനായിട്ട് നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. ഇനി കുറച്ച് ഉള്ളി സാധനങ്ങളൊക്കെ ചേർത്ത് ഒന്നും പറയാനില്ല. അടിപൊളി.
അടിപൊളി. അങ്ങനെ ഒരു കാല് കഴിഞ്ഞ് രണ്ടാമത്തെ കാലം എടുത്തുകൊണ്ടിരിക്കണം. അയ്യോ വേവ് കൂടിയതുകൊണ്ടേ, വേവ് കൂടിയതല്ല, വേവ് നല്ല വേവാണ്, കറക്റ്റാണ്. സൂപ്പർ ടേസ്റ്റ്, പ്രതീക്ഷിച്ചതിനേക്കാൾ സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ ഓക്കെ, ഇതിലും നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം.